എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് LCM HCFൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും സിമ്പിൾ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ നല്ല രീതിക്കുള്ള ചോദ്യമാണ് വരുന്നത്. അതായത് നമുക്ക് ചോദ്യം വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാവും, HCF ആണോ LCM ആണോ എടുക്കേണ്ടത് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 3 bells ring at 11 AM. They ring at regular intervals is 20 minutes, 30 minutes, 40 minutes respectively. The time when all the 3 ring together next is. അതായത് നമ്മൾക്ക് ഈ ചോദ്യം നമ്മൾ ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ടിട്ടുള്ള ചോദ്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മലയാളം എന്താണെന്ന് നോക്കാം. അതായത് 3 ബെല്ലുണ്ട്, അത് കറക്റ്റ് ഇടവേളകൾ അനുസരിച്ച്, അതായത് 20, 30, 40 മിനിറ്റ് ഇടവേളകൾ അനുസരിച്ചിട്ട് ഒരുമിച്ച് അലാറം മുഴങ്ങുന്നുണ്ട്. അതിനെന്തോ സൂക്കേട. ഓക്കെ, ഒരുമിച്ച് മുഴങ്ങുന്നുണ്ട്. ഓക്കെ, അവസാനമായിട്ട് മുഴങ്ങിയത് 11 AM ഓക്കെ, എങ്കിൽ ഇനി ഇതെല്ലാം കൂടെ അടുത്ത് ഒരുമിച്ച് കിടന്ന് നിലവിളിക്കുന്നത് ഏത് സമയത്താണ് എന്നതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ടത് LCM ആണ് എടുക്കേണ്ടത്. ഇങ്ങനൊരു കണക്ക് വരുന്നുണ്ടെങ്കിൽ അത് LCM നിന്നാണ് വരാൻ സാധ്യത. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അതായത് കുറേ മിനിറ്റുകൾ തന്നിട്ടുണ്ട്. ആ മിനിറ്റുകൾ എടുത്ത് നമുക്ക് എന്തോന്ന് ചെയ്യണം, LCM എടുക്കണം. ഇവിടെ മിനിറ്റുകൾ എന്ന് പറയുമ്പോൾ 20 തന്നിട്ടുണ്ട്, 30 തന്നിട്ടുണ്ട്, 40 തന്നിട്ടുണ്ട്. ഇതിൻ്റെ LCM നമുക്ക് 10 വെച്ചെടുക്കാം. 10ൽ ഇവിടെ എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം, ഇവിടെ 3 പ്രാവശ്യം, ഇവിടെ 4 പ്രാവശ്യം. ഇനിയും ഡിവൈഡ് ചെയ്ത് പോവും. അങ്ങനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 1 കിട്ടും, ഇവിടെ 3 കിട്ടും, ഇവിടെ 2 കിട്ടും. ഓക്കെ, അപ്പോൾ 10 × 2 × 3 × 2. ഓക്കെ, 20, 10 × 2 20, 20 × 3 60, 60 × 2 120 എന്ന് കിട്ടും. ഇത് മിനിറ്റാണ്, 120 മിനിറ്റാണ്. ഇത് വച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പോവരുത്. ഓപ്ഷനിൽ എന്തായിരുന്നാലും ഫസ്റ്റ് ഓപ്ഷൻ ഇതായിരിക്കും ആൻസർ. ഓക്കെ, ഇനിയും ഉണ്ട് ചെയ്യാൻ. എത്ര മണിക്കാണ് ബെല്ലടിക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കിവിടെ മിനിറ്റ് വരെ എത്തിയതേ ഉള്ളൂ, നമ്മൾ മണിക്കൂറിലോട്ട് പോയിട്ടില്ല. നമുക്ക് ക്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 1 മണിക്കൂറിൽ 60 മിനിറ്റാണ് ഉള്ളത്. ഇവിടെ നമുക്ക് 120 മിനിറ്റാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ 1 മണിക്കൂറിൽ നമുക്ക് 60 മിനിറ്റ് ആണെങ്കിൽ 2 മണിക്കൂറിൽ എത്ര മിനിറ്റാണ്, 120 മിനിറ്റാണ്. അപ്പോൾ നമുക്കിവിടെ എത്ര എന്ന് കിട്ടി, 2 മണിക്കൂർ എന്ന് കിട്ടി ഇല്ലേ, 2 മണിക്കൂർ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, 11 + 2, 11 + 2. ഇത് 11 AM ആണ്. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. ഓപ്ഷനിൽ AM PM എന്നൊക്കെ പറഞ്ഞ് തരും. ഇത് 11 AM ആണ്. ഓക്കെ, നമുക്ക് മാറാതിരിക്കാൻ 11 AM ഇടാം. ഓക്കെ, 11, 12, 13 ഇല്ല, അത് റെയിൽവേ ടൈം. ഓക്കെ, 11, 12, 1. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സമയം 1 PM ആണ്, AM അല്ല PM ആണ്. രാവിലെ 11 മണിയാണ് പറഞ്ഞിരിക്കുന്ന സമയം. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് PM ആണ്. പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ശരി, അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ആദ്യം മിനിറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുക, LCM എടുക്കുക. LCM എടുത്തിട്ട് നമുക്കൊരു സംഖ്യ കിട്ടും, അത് മിനിറ്റാണ്. ആ മിനിറ്റിനെ നമ്മൾ മണിക്കൂറിലോട്ടാക്കിയ ശേഷം എന്ത് ചെയ്യുക, അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. ആ സംഖ്യയെ തന്നിരിക്കുന്ന സമയം കൊണ്ട് പ്ലസ് ചെയ്യുക. ഓക്കെ, സിമ്പിളല്ലേ. എങ്കിൽ അടുത്ത മോഡൽ, അടുത്ത ചോദ്യമാണ്. 2 numbers are in the ratio 2:4 if their LCM is 240. The smaller of the 2 numbers. ഓക്കെ, ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓക്കെ, ഈസ് ടു എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, റേഷ്യോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഓക്കെ, ആദ്യം തന്നിരിക്കുന്ന സംഖ്യ ഏതാണ്, സംഖ്യ എടുത്ത് എഴുതണം. സംഖ്യ 240. ഓക്കെ, ഒരു മടിയും കൂടാതെ 240 എടുത്തെഴുതണം. ഓക്കെ, എന്നിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും, എടാ മൊട്ടെ, ഈ 12 നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ഒരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയും, ഈ 3നെയും 4നെയും കൂടെ ഇൻറ്റു ചെയ്യണം. 4 × 3 എന്തെന്ന് പറയുന്നത്, 12 എന്ന് പറയുന്നത് ഇല്ലേ. 4 × 3 12. ഇനി നിങ്ങൾക്ക് 3 × 4 ആയിരുന്നാലും
12 തന്നെയാണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇവിടെ 12 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 12ൻ്റെ ടേബിളിൽ 12നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 20 നമുക്ക് ആൻസർ 20 കിട്ടി. ഓക്കെ, ആൻസർ അല്ല, 20 നമുക്കൊരു സംഖ്യ കിട്ടി. ഓക്കെ, ഇതിലും ഓപ്ഷൻസിൽ 20 എന്ന് പറയുന്ന സംഖ്യ ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും, ഓപ്ഷനിൽ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ ഇതല്ല ആൻസർ. ഓക്കെ, എടാ നമ്മൾ ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏത് നമ്പറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്മാളർ നമ്പർ, സ്മാളർ ഏറ്റവും ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ. ഈ 3:4 എന്ന് പറയുന്ന സംഖ്യ, അതിൽ ഏറ്റവും ചെറിയ സംഖ്യ നമ്മളിവിടെയൊക്കെ 3 ആണ്. ഓക്കെ, 3ഉം 4ലും ഏറ്റവും ചെറുത് 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ 20നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3 × 20 നമുക്ക് എത്രയെന്ന് കിട്ടി? 60 എന്ന് കിട്ടി. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ചെയ്യേണ്ടതൊന്ന് മാത്രം, ആദ്യം തന്നിരിക്കുന്ന സംഖ്യ വലിയ സംഖ്യ എടുത്ത് എഴുതണം, തന്നിരിക്കുന്ന റേഷ്യോ തമ്മിൽ ഇൻറ്റു ചെയ്യണം, എന്നിട്ട് അത് വച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. ആ സംഖ്യ വച്ച് ആൻസർ എഴുതാതെ ആ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ അല്ലെങ്കിൽ ഏറ്റവും സ്മാളർ നമ്പർ എന്നൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന റേഷ്യോയിൽ ചെറിയ നമ്പർ എടുത്ത് ഇൻറ്റു ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇത് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് തരാം, ഒരു 2 ദിവസത്തെ സാവകാശം. ഓക്കെ, ഒരല്പ തിരക്കിലാണ്. ഓക്കെ, ഇത്രയും പിടികിട്ടിയല്ലോ. എങ്കിൽ നമുക്ക് അടുത്ത മോഡലിലോട്ട് പോകാം. അടുത്ത ചോദ്യമാണേ, ദ റേഷ്യോ ഓഫ് 2 numbers ഈസ് 3:4 ആൻഡ് ദെയർ HCF ഈസ് 5. ദെയർ LCM ഈസ്, അതായത് LCM കണ്ടെത്താനാണ്. ഓക്കെ, അതായത് ഒരു സംഖ്യയുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:4, അതിൻ്റെ HCF എന്ന് പറയുന്നത് 5 എങ്കിൽ അതിൻ്റെ LCM കണ്ടെത്തുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. HCF തന്നിട്ടുണ്ട്, റേഷ്യോയും തന്നിട്ടുണ്ട്. എങ്കിൽ നമ്മൾ എന്തോന്ന് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. ഇതാണ് പരിപാടി. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം? ആ HCFൻ്റെ സംഖ്യ ഇങ്ങ് പൊക്കിയെടുക്കണം, 5. ഓക്കെ, 5നെ നമ്മൾ ഇവിടെ എഴുതി. ഇനി ആ റേഷ്യോ ഉണ്ടല്ലോ, ആ റേഷ്യോയെ ഓരോ സംഖ്യ കൊണ്ടും ഇൻറ്റു ചെയ്യണം. ഈ 5നെ ആദ്യം 3 വെച്ച് ഇൻറ്റു ചെയ്യണം. 5 3 15 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ 5 കൊണ്ട് 4നെ ഇൻറ്റു ചെയ്യണം. 5 × 4 നമുക്ക് എത്രയാണ്? 4 5 20 എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും പ്രശ്നമില്ലല്ലോ. അതായത് LCMൻ്റെ HCFൻ്റെ 5 നമ്മൾ എടുത്തു. ആ 5 കൊണ്ട് ഓരോ റേഷ്യോയും നമ്മൾ ഇൻറ്റു ചെയ്തു. അപ്പോൾ 5 × 3 15, അടുത്ത് 5 × 4 20 എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് 2 സംഖ്യകൾ പിന്നെ കിട്ടി. ഈ 2 സംഖ്യകളെ ഇനി നമുക്ക് അടുത്ത് ഒരു പണി ചെയ്യണം. ഓക്കെ, 15 × 20 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ഈ 5 എന്ന് പറയുന്നത് ഈ 5 ആണ്. ഓക്കെ, കിട്ടിയ സംഖ്യകളെ തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് 5 കൊണ്ട് അവസാനം ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ HCF തന്നിരിക്കുന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5 ൽ 5 ഒരു പ്രാവശ്യം, 15 5 3 15, ഇവിടെ 3 എന്ന് കിട്ടി. ഇനി 3 × 20 60 എന്ന് കിട്ടും. 3 × 2 6, 0 കൂടെ ഇട്ട് കൊടുത്ത് 60 എന്ന് കിട്ടി. ഇവിടെ അപ്പോൾ LCM എന്ന് പറയുന്നത് എത്രയുടെ? 60 ആണ്. ഓക്കെ, സംഭവം ഒന്നും കൂടെ. The ratio of 2 numbers is 3:4 and their HCF is 5. Their LCM is, അതായത് റേഷ്യോ, ഒരു സംഖ്യയുടെ റേഷ്യോ 3:4, അതിൻ്റെ HCF എന്ന് പറയുന്നത് 5 എങ്കിൽ LCM കണ്ടെത്തുക. ഓക്കെ, LCM എന്ന് ഇനി എങ്ങനെ LCM കണ്ടെത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം HCFൻ്റെ സംഖ്യ നമ്മൾ എടുത്തെഴുതി. HCFൻ്റെ സംഖ്യയെ നമ്മൾ റേഷ്യോ വന്ന സംഖ്യ കൊണ്ട് ഓരോ സംഖ്യ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 2 സംഖ്യകൾ കിട്ടി. ആ 2 സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്തു? ഗുണിച്ചു. കിട്ടിയ 2 സംഖ്യകളെ തമ്മിൽ ഗുണിച്ചിട്ട് ആ ഗുണിച്ച് കിട്ടിയതിൻ്റെ ഉത്തരം കൊണ്ട് HCF ആയിട്ടുള്ള സംഖ്യയെ നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഇത്രയാണ് സംഭവം. എളുപ്പമാണ്. എങ്കിൽ അടുത്ത ചോദ്യം. The LCM of 2 numbers is 1820
and their HCF is 26. If one number is 130, then the other number is. ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം വന്നു. ഓക്കെ, അതർ നമ്പർ ആണ് ചോദിച്ചത് എങ്കിൽ നമുക്ക് ഒരു എളുപ്പ വഴിയുണ്ട് ചെയ്യാം. ഓക്കെ, അതായത് ഈ നമ്പർ ആദ്യം കിടക്കുന്നതിനെ തമ്മിൽ ഇൻറ്റു ചെയ്യുക. 18 20 ഇൻറ്റു 26. ഓക്കെ, ഇത് സംഭവം എക്സെക്യൂട്ട് ചെയ്യാനുണ്ട്, പക്ഷേ നമുക്ക് എളുപ്പത്തിന് കണ്ട ഉടനെ തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റണം. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ വരി കിടക്കുന്ന സംഖ്യയും HCFനെ എടുത്ത് ഇൻറ്റു ചെയ്യണം. എന്നിട്ട് അവസാനം കിടത്തിരിക്കുന്ന നമ്പറിനെ എടുത്ത് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ നോക്കിയോ, ഈ പൂജ്യവും പോയി. 13 13 ഒരു പ്രാവശ്യം, 26 2 പ്രാവശ്യം. ഓക്കെ, 13 13 ഒരു പ്രാവശ്യം, 26 നമുക്ക് എത്ര പ്രാവശ്യം ഒന്ന് കിട്ടിയടെ? 2 പ്രാവശ്യം ഒന്ന് കിട്ടി. ഓക്കെ, ഇനി 182 ഇൻറ്റു 2 നമ്മൾക്ക് കിട്ടണം 364. യെസ്, 364 എന്ന് കിട്ടും ആൻസർ. 364 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അതായത് സിമ്പിളാണ് സംഭവം. 3 സംഖ്യകൾ ഉണ്ട്. ആ പടത്തിലും മൊത്തം 3 സംഖ്യകളുണ്ട്. ആദ്യത്തെ 2 സംഖ്യകൾ, ഓക്കെ, ആദ്യത്തെ ഒരു സംഖ്യയും ആ LCMനെയും തമ്മിൽ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അവസാനം കൊടുത്തിരിക്കുന്ന നമ്പറിനെ പിടിച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ അപ്പോൾ ഈ ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ചോദ്യമാണേ. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ഓഫ് ദ പ്ലാങ്ക്സ് ഇഫ് 3 സ്പൈസസ് ഓഫ് ടിമ്പർ 42 meter, 49 meter and 63 meter long have to be divided into planks to the same length. ഓക്കെ, ഇവിടെ ഈ ചോദ്യം എന്ത് കാണാനാണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് HCF ആണ്. ഇവിടെ നോക്ക്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, HCF ആണ് കാണാൻ ചോദിക്കുന്നത് എങ്കിൽ ആ തന്നിരിക്കുന്ന വരികളിൽ ഗ്രേറ്റസ്റ്റ്, ബിഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാക്കുണ്ടായിരിക്കും. ഓക്കെ, ഇത് ഇവിടെ ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റസ്റ്റ്, പിന്നെ ബിഗ് നമ്പർ, ലാർജ് നമ്പർ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് HCF കാണാനാണ്. ഓക്കെ, ലീസ്റ്റ് നമ്പർ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, സ്മോൾ നമ്പർ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് LCM കാണാനാണ്. ഓക്കെ, ഇവിടെ അപ്പോൾ HCF ആണ് ഇത് കാണേണ്ടത്. ഓക്കെ, തന്നിരിക്കുന്ന 3 സംഖ്യകളുടെ HCF 42 49 63. ഓക്കെ, ഇനി ഇതിൻ്റെ നമ്മൾ HCF എടുക്കുന്നു. ഈ HCF എന്ന് പറയുമ്പോൾ ഇത് 3 കോമൺ ആയിട്ട് പോകണം. നിങ്ങൾക്കറിയാം, ഇത് 3 കോമൺ ആയിട്ട് പോകണം. ഇവിടെ നോക്ക്, 42 49 70 63. ഇതെല്ലാം 7ൻ്റെ ടേബിളിലല്ലേ പോവുക. അപ്പോൾ നമുക്ക് 7 എഴുതി ഡിവൈഡ് ചെയ്യാം. 6 7 42, 7 7 49, 9 7 63. ഓക്കെ, ഇനി നമുക്കിനി എന്തെങ്കിലും വെട്ടിച്ചേർത്താക്കാൻ പറ്റുമോ? ഇവിടെ കോമൺ ആയിട്ട് ഇല്ല. ഇവിടെ 6 ഉണ്ട്. ഇവിടെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോലും 6നെ 9നെയും ചെയ്യാൻ പറ്റും, പക്ഷേ 7നെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുവരെയാണ് ഇതിൻ്റെ ചെയ്ത് നിർത്താനുള്ള സംഭവം. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ HCF എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ 7. ഓക്കെ, 7 ആൻസറായിട്ട് കിട്ടുന്നത്. ഓക്കെ, സംഭവം ഒന്നുമില്ല, ക്വസ്റ്റ്യനിൽ മാത്രമേ വലിപ്പമുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ ഗ്രേറ്റസ്റ്റ് ആണോ അതോ ലീസ്റ്റ് ആണോ, സ്മാൾ ആണോ, ബിഗ് ആണോ, ലാർജ് ആണോ എന്നൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ബിഗ്, ലാർജ്, ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് HCFും, ലീസ്റ്റ്, ലോ, അതുപോലെ തന്നെ സ്മാൾ നമ്പർ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അത് LCM കാണാനുള്ള കണക്കാണെന്ന് പറയാൻ പറ്റും. ഇതാണ് എളുപ്പ വഴി അതിൻ്റെ LCM HCF ആണോ എന്ന് കണ്ടെത്താനുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ചോദ്യം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ LCM HCF എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ, LCMൻ്റെ HCFൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക, അല്ലെങ്കിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ,
2 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് വീഡിയോ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓരോ 2 ദിവസത്തിൽ ഓരോ എക്സ്പ്ലനേഷൻസ് വീഡിയോ തന്നുകൊണ്ടിരിക്കാം. അപ്പോൾ കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുത്ത് എത്തുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സെക്ഷൻ നമ്മൾ വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ 2 ദിവസം കൂടുമ്പോൾ നിങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കാര്യങ്ങൾ പിടികിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.